അന്നോട് പറയാ ഓരോ ജാതി ഔചാലുകള്. ആ അവിടെ ഒരു ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. വീട്ടിൽ കേറി തല്ലുന്നൊക്കെ പറഞ്ഞിട്ട്. ഞമ്മക്കുള്ള കാര്യം പറയാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. പറയാണ്ടിരിക്കാൻ എങ്ങനെ പറ്റുക? ഞാൻ അന്നോടുള്ളൊരു ഇഷ്ടം കൊണ്ട്, ഒരു സ്നേഹം കൊണ്ട്, ഒരു അതിർപ്പം കൊണ്ട് പറയാന്ന് വെച്ചാണ്ട് കരുതിയാൽ മതി. അല്ലാണ്ടപ്പോ എന്താണ്? ഏ ആ ചെക്കണ്ടല്ലോ മഹാവട്ടക്കാണ്. ആ വൈകുന്നേരം ആകുമ്പോ ഓന്റെ കുറെ കമ്പനിക്കാരും അവരും ഇവരും കൂടി ആ മാട്ടം പറമ്പിൽ കുത്തിരുന്നിട്ട് കള്ളുടിക്കലും പിന്നെ എന്തോ സാധനങ്ങളൊക്കെ വലിച്ചു കയറ്റലും ഏ ഒക്കെ തന്നെ പരിപാടി. എന്താ ചിട്ടപ്പ അവിടുത്തെ കഥ? വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ചെക്കന്മാരൊക്കെ കൂടിയിട്ട് പറമ്പിൽ കണ്ട് കയറും. ആരും ഇല്ലല്ലോ അവിടെ. ആ മാട്ടം പറമ്പിൽ ഒഴിഞ്ഞെടുക്കൊണ്ട് തജ്ജ് കണ്ടുണ്ടാവില്ല. ആ അപ്പൊ എൻ്റെ കുട്ടീനെ എന്തായാലും അങ്ങോട്ട് കൊടുക്കണ്ട. അത് കൊടുത്താൽ അതിനെ അറക്കാൻ കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അതിന് അറക്കാൻ കൊടുക്കണതിന് സമാണ്. എന്താ സംശയം? ആ അപ്പൊ ചെക്കന് കൊടുക്കണ്ട. ചെക്കൻ വൈകുന്നേരം ആകുമ്പോൾ വെള്ളമാണ്. അല്ലാത്ത നേരത്തൊക്കെ ഈ മൂക്കിൽ കയറ്റണതും നാവിൻ്റെ ഇടയിൽ വെക്കണതും ഇങ്ങനെയുള്ള ഓരോരോ പരിപാടികളാണ്. ഞാൻ ഇത് പറയുമ്പോൾ വിചാരിക്കും കല്യാണം മുടക്കുകയാണ്, കല്യാണം മുടക്കുകയാണ്. നമ്മളെ നാട്ടിലെ കുട്ടികളല്ലേന്ന്. അവരിങ്ങനെ നാശമായി പോകുമ്പോൾ ആ കുടുംബത്തിക്ക് ഒരു പെൺകുട്ടി വന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതിൻ്റെ ജീവിതാണ്ട് ഇതായി പോവില്ലേ? നാശാവില്ലേ? അതാണ് ഞാൻ പറഞ്ഞത് കേട്ടാ. അപ്പം അതുകൊണ്ട് എന്നോടുള്ളത് കൊണ്ട് പറയാണ്, എൻ്റെ കുട്ടീനെ അങ്ങോട്ട് കൊടുക്കണ്ട. കാര്യം എൻ്റെ നാട്ടിലെ ചെക്കനാണ്, കൊടുക്കണ്ട. ഇത് പറഞ്ഞില്ല വേണ്ട. ഞാൻ പിന്നെ വിളിക്കാട്ടാ. തന്തേ, നിങ്ങൾ എന്തിനാ എന്റെ കല്യാണം മുടക്കി? ഏത് കല്യാണം ഉണ്ട് മുടക്കിയ? നിങ്ങൾ എത്ര കല്യാണം മുടക്കി ഇവിടെ? ഞാൻ ഇവിടെ ഒരു കല്യാണം മുടക്കിയിട്ടില്ല. എന്താണ്? വയസ്സായി പോയി ഞണ്ടല് കണ്ടല്ല. എന്താ മാനെ അണക്ക്? ഞാൻ അങ്ങനെ ചെജ്ജോ? കല്യാണം മുടക്കുക നമ്മള്? നിങ്ങളല്ല കടയിൽ ഇരുന്നിട്ട് ആ വന്നവരോട് മോശമായിട്ട് എന്തൊക്കെ പറഞ്ഞു? ഞാൻ കള്ളോടിക്ക് നിങ്ങൾ കണ്ടിടാ. ആ കുട്ടി വന്നിട്ട് എന്തോ വെറുതെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് വിട്ടിട്ടുണ്ട് തോന്നുന്നു. എന്റെ പൊന്നു തങ്ങളോട് സ്നേഹം കൊണ്ട് പറയാണ്. ഇങ്ങോരുണ്ടല്ല, ഇങ്ങോരെ മോന്ത കണ്ട കൈയെടുക്കാൻ തോന്നൂല. എന്താപ്പണ്ടായ? നാട്ടിലുള്ള ഒരു ചെക്കന്മാർക്ക് ഇവിടെ കല്യാണം കഴിക്കാൻ പറ്റൂലേ? എന്തത്? ഞാൻ ആരുടെയും കല്യാണം മുടക്കിയില്ലാന്ന്. ഇപ്പൊ ചെല്ലാൻ നോക്ക്. ഈ ചെങ്ങായി അങ്ങനൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇത്തങ്ങക്ക് തോന്നണതാ. ഒരു ചെക്കന്മാർക്ക് ഇവിടെ പുറത്തിറങ്ങാൻ പറ്റണില്ല. അവിടെ രാവിലെ കടയിൽ ഒരു പണിയില്ല. ഇവിടെ രാവിലെ കടയിൽ വന്നിരിക്കുക, പേപ്പറും വായിക്കുക, ബീഡിയും വലിക്കുക, ചായയും കുടിക്കുക, എന്നിട്ട് കല്യാണം മുടക്കുക. ഞങ്ങളൊന്നും ഇവിടെ കല്യാണം കഴിക്കണ്ടേ? വേണ്ടേ? ഞാനൊന്നും ചെയ്തില്ല. ഞാൻ ആ മറ്റേ ചെക്കൻ കുറച്ച് ഉള്ളി തിന്നുന്ന് പറഞ്ഞ് അത് മാരനായി തീർന്നു. നിങ്ങൾ ഉള്ളിന്റെ കാര്യം മാത്രമൊന്നല്ല പറഞ്ഞേ, വേറെ കുറെ കാര്യങ്ങൾ പറയണേ. ഞങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ ഇരുന്ന് മദ്യപിക്കാറുണ്ട്? നിങ്ങൾ കണ്ടിരുന്ന മദ്യപിക്കുന്നതാണ്? ഞാൻ കണ്ടില്ല. കഞ്ചാവിൽക്കല്ലേ? ഞാൻ കാണാത്ത കാര്യം ഞാൻ പറയോ? അത് ശരി, ഞാൻ പറയില്ലല്ലോ. പൊന്നിത്ത ഒന്ന് പറഞ്ഞു കൊടുത്താളി, അല്ലെങ്കിൽ എല്ലാരും കൂടി കേറി വരും ഈ പെരേക്ക്. അതെ, എന്ത് വയസ്സ്? അതാണ് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കി. ചങ്ങായി, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി മേലാൽ എന്തെങ്കിലും എന്നെ കുറിച്ച് മോശമായിട്ട് ഇവിടെ പറഞ്ഞെന്ന് ഞാൻ കേട്ടാൽ ഇതൊന്നും ആയിരിക്കില്ല, ഇതേപോലെ ആയിരിക്കില്ല വരവ്. പറഞ്ഞില്ലാന്ന് വേണ്ട കേട്ടാ. ഞാനതിന് എന്തിപ്പോ പറഞ്ഞേ? 100 വട്ടം കൊണ്ടുണ്ടോ എന്റെ കുട്ടികളുടെ കല്യാണം മുടക്കരുത്. മനസ്സിലെ നാണം കെടുത്താൻ എല്ലാരും അറിയും. നീ തന്തനെ കൊണ്ടുള്ള മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഇനി എല്ലാരും അറിയും. ഒരു കല്യാണത്തിന് പോയാൽ, ഒരു മരിച്ചോടത്ത് പോയാലൊക്കെ ഒരു തൊഴിലില്ല ഈ തന്തനെ കൊണ്ട്. ഞാൻ മുടക്കിയിട്ടില്ല. പിന്നെന്താ ചെയ്തത്? ആ ചെക്ക അവിടെ നിന്നിട്ട് ചോക്ലേറ്റ് തിന്നലുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. മധുരമുള്ള സാധനം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിന്നും. അത് കേട്ടപ്പോ ഈ ലഹരി ഇങ്ങനെ കൂടാൻ വേണ്ടിയിട്ട് അത്ര പിന്നെ ഈ ചോക്ലേറ്റ് തിന്നണത് അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പം ചോക്ലേറ്റ് തിന്നും, അല്ലാണ്ടോ ബീഡി വലിക്കൂല, അത് ഞാൻ കണ്ടില്ല. സിഗരറ്റ് വലിക്കൂല, അത് ഞാൻ കണ്ടില്ല. അത് ഞാൻ പറഞ്ഞിട്ടില്ല. ചോക്ലേറ്റ് തിന്നും എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ കേടാ? എന്റെ മക്കളൊക്കെ തൊഴിലും കൊടുക്കുങ്ങള് ഈ കുറുള്ളില്. അതുപോലെ തന്നെ ഒരു കുഴപ്പം കൂടി പറഞ്ഞു. കുഴപ്പമില്ല, ഇടയ്ക്ക് രാത്രിയാകുമ്പോ ഈ പാരച്ചൂട്ടിന്റെ വെളിച്ചെണ്ണ എത്ര പോന്ന് വാങ്ങിയിട്ട് വായൽക്കുണ്ട് ഒഴിക്കും, എന്നിട്ട് കൊൽക്കൊഴിഞ്ഞാണ്ട് തുപ്പും എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ ഉള്ളി തിന്നും, ഏലക്ക തിന്നും. ഇതൊക്കെ ഒരു നല്ല കാര്യല്ലേ? അത് പറഞ്ഞാൽ ഇങ്ങനെ കല്യാണം മുടങ്ങുക? ഇതൊക്കെ നിങ്ങളുടെ കുടുംബത്തെ കുട്ടികളെ കല്യാണം മുടമ്പഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ നാട്ടുകാരെ തല്ല് കൊണ്ടിട്ട് ചാവണ്ടെങ്കിൽ കുടുംബത്തെ അടങ്ങി ഒതുങ്ങുന്നോളുണ്ട്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാനൊന്നും ഒരാളുടെ കല്യാണം മുടക്കില്ല. ഞാൻ കാര്യേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാത്തൊരു കാര്യം പറയുന്നില്ല. ആരാ വിളിക്കുന്നു? സുക്കൂറേ. ആന്ന് ആന നേരത്തെ പറഞ്ഞില്ലേ? അയന്നെ ആ ചേക്കന്റെ കയ്യിലിരിപ്പ് മഹാവടക്കാണ്.
ആ ചെക്ക 3 കുപ്പിയൊക്കെ അരയിൽ വെച്ച് നടക്കുമല്ലോ വൈകുന്നേരം ആകുമ്പോ. ആ ആ പിന്നെ അന്റെ കുട്ടീനെ ഇജ്ജ് എന്തായാലും അങ്ങോട്ട് കൊടുക്കണ്ട. അത് അത്ര നല്ലേനാവൂല. ഞാൻ പറഞ്ഞില്ല വേണ്ട കേട്ടാ. അന്നാ നിർത്തിക്കോ. ശരി, പെൺകുട്ടികളെ നശിപ്പിക്കാൻ വേണ്ടി വരെ ചെക്കന്മാര്